ഇനി നമുക്ക് ന്യായാധിപന്മാരുടെ പുസ്തകം 5-ാം അധ്യായത്തിലെ ചോദ്യോത്തരങ്ങൾ ശ്രവിക്കാം. 1-ാം ചോദ്യം: ദെബോറായും അബിനോവാമിൻ്റെ പുത്രൻ ബാറക്കും കീർത്തനം പാടിയത് എന്നാണ്? ഉത്തരം: കാനാൻ രാജാവായ യാബീനെ ദൈവം ഇസ്രായേൽ ജനതയ്ക്ക് കീഴ്പ്പെടുത്തിയ ദിവസം. 2-ാം ചോദ്യം: ന്യായാധിപന്മാർ 5:2 എന്തിനൊക്കെ വേണ്ടിയാണ് കർത്താവിനെ വാഴ്ത്തുവിൻ എന്ന് പറയുന്നത്? ഉത്തരം: നേതാക്കന്മാർ ഇസ്രായേലിനെ നയിച്ചതിനും ജനം സന്തോഷത്തോടെ തങ്ങളെ തന്നെ സമർപ്പിച്ചതിനും. 3-ാം ചോദ്യം: ന്യായാധിപന്മാർ 5:4 കർത്താവ് എവിടെ നിന്ന് മുൻപോട്ട് നീങ്ങിയപ്പോൾ ഭൂമി കുലുങ്ങി എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്? ഉത്തരം: ഏദോം പ്രദേശത്ത് നിന്ന്. 4-ാം ചോദ്യം: ശങ്കാർ ആരുടെ മകനാണ്? ഉത്തരം: അനാത്തിൻ്റെ മകൻ. 5-ാം ചോദ്യം: കർത്താവിൻ്റെ ജനം ബെഞ്ചമിനെയും അവൻ്റെ ബന്ധുക്കളെയും അനുഗമിച്ചു എവിടെ നിന്ന് എവിടേക്കാണ് പുറപ്പെട്ടത്? ഉത്തരം: എഫ്രായിമിൽ നിന്ന് താഴ്വരയിലേക്ക്. 6-ാം ചോദ്യം: കടൽ തീരത്ത് നിശ്ചലനായിരുന്നു, തുറമുഖങ്ങളിൽ താമസമുറപ്പിച്ചു എന്ന് ന്യായാധിപന്മാർ 5:17 പറയുന്നത് ആരെക്കുറിച്ചാണ്? ഉത്തരം: ആശേറിനെ കുറിച്ച്. 7-ാം ചോദ്യം: കാനാൻ രാജാക്കന്മാർ എവിടെയാണ് പ്രത്യാക്രമണം നടത്തിയത്? ഉത്തരം: താനാക്കിലെ മെഗിദ്ദോ ജലാശയത്തിനരികെ. 8-ാം ചോദ്യം: ആകാശത്തിലെ നക്ഷത്രങ്ങൾ ആർക്കെതിരെയാണ് പൊരുതിയത്? ഉത്തരം: സീസോറയ്ക്കെതിരെ. 9-ാം ചോദ്യം: കീശോൻ പ്രവാഹം അവരെ ഒഴുക്കിക്കളഞ്ഞു, ആരെയാണ് ഒഴുക്കിക്കളഞ്ഞത്? ഉത്തരം: കാനാൻ രാജാക്കന്മാരെയും സീസോറയെയും. 10-ാം ചോദ്യം: മെറോസിലെ നിവാസികളെ കഠിനമായി ശപിക്കുക എന്ന് ആരാണ് പറഞ്ഞത്? ഉത്തരം: കർത്താവിൻ്റെ ദൂതൻ.